വരില്ല. നമുക്കൊരു സ്പട്ടിക്കോസ്കി പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയാലോ? അതെന്നാ നമ്മൾ മെയിൻ സാധനമായ പൈനാപ്പിൾ അങ്ങോട്ട് നേരെ കൊണ്ട് എടുക്കുക, അതിന്റെ തൊലി അങ്ങോട്ട് പൊളിക്കുക. നമുക്ക് ഈ പൈനാപ്പിളിന്റെ പകുതി മതി കേട്ടോ. ഇതിനോട് ചൊപ്പ് ചെയ്തിട്ട് അതും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇടുക. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒരു കഷ്ണം ജാഗരി ഓർ ശർക്കര, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി വെച്ചോ. ഇതിന് നല്ലോണം കൂടെ ഇളക്കി സെറ്റ് ആക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 5 to 10 മിനിറ്റ് അങ്ങോട്ട് കുക്ക് ആവട്ടെ. 2 പിടി തേങ്ങ കൊണ്ട് ചെറിയെടുക്കുക, ചെറിയ ജീരകം, കുറച്ച് മസ്റ്റർഡ് സീഡ്സ് ഓർ കടുക്, ഒരു പച്ചമുളക്. ഇതിന് നേരെ ഒരു മിക്സിന്റെ ജാറിലിട്ടിട്ട് അടിച്ചങ്ങോട്ട് പേസ്റ്റ് ആയിക്കോ. അതവിടെ അപ്പൊ നമ്മൾ പൈനാപ്പിൾ നല്ല കുക്കായി സെറ്റ് ആയി കേട്ടോ. സ്റ്റൗ അങ്ങോട്ട് മീഡിയം ഫ്ലെയിം അങ്ങോട്ട് ആക്കുക. ഇതിന് നമ്മൾ അരച്ചു വെച്ച തേങ്ങ അതങ്ങോട്ട് അതിലേക്ക് കൂടെ ചേർക്കുക. ഇതിനവിടെ നല്ലോണം ഇളക്കി സെറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തോ. ആ തേങ്ങയുടെ മണം കൊണ്ട് പോകും. തേങ്ങേന്റെ ഒരു പച്ച സ്മെല്ല് പോയി കഴിഞ്ഞാലും അതേപോലെ നല്ലോണം തേങ്ങ കുക്ക് ആയി കഴിഞ്ഞാലും സ്റ്റൗ അങ്ങോട്ട് ഓഫ് ആയിക്കോ. അങ്ങോട്ട് തണക്കട്ടെ. ഇനി ഒരു ബോൾ എടുക്കുക, കുറച്ച് യോഗട്ട് അല്ലെങ്കിൽ തൈര് നല്ലോണം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ബീറ്റ് ചെയ്യുക. പുളി ഇല്ലാതെ തൈരായിരിക്കണം കേട്ടോ. നമ്മുടെ സ്റ്റൗ കംപ്ലീറ്റ് ഓഫ് ആണ്. ഇതിന്റെ ബീറ്റ് ചെയ്ത യോഗട്ട് അതിലേക്ക് കൂടെ ചേർക്കുക. ഇതിന്റെ നാരം കൂടെ ഇളക്കി അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് നിൽക്കട്ടെ. ഇതിൽ നമുക്ക് വറവിടണം. ഒരു പാൻ എടുക്കുക, കുറച്ച് കോക്കനട്ട് ഓയിൽ ഓർ വെളിച്ചെണ്ണ, കടുകിട്ട് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക. ഇതിനോടെ ഇളക്കി മൂപ്പിച്ചെടുത്തിട്ട് നേരെ നമ്മളെ കറിയിലിട്ടിട്ട് കുറച്ച് പാനിലേക്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം കൂടെ ഇളക്കി അങ്ങോട്ട് സെറ്റ് ആക്കിണ്ടല്ലോ സാധനം സെറ്റ്. എന്നിട്ട് അടച്ചു വെച്ചൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ തടുക്കാൻ. ഇനി നേരെ എടുത്തൊരു പാത്രത്തിലേക്ക് കൂടെ മാറ്റുക. സോ നമ്മൾ പൈനാപ്പിൾ പച്ചടി ഈസ് റെഡി. എന്താ ക്രീമി. എന്നിട്ട് ചോറിന്റെ കൂടെ ഒരു പിടുത്തം കൊണ്ട് പിടിച്ചാണ്ടല്ലോ സ്വർഗം. അപ്പൊ അതാണ് നമ്മളെ പൈനാപ്പിൾ പച്ചടി. ഇത് സ്പട്ടിക്കോസ്കി സാധനമാണ്, സദ്യയിൽ മെയിൻ സാധനമാണല്ലോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ നോക്ക്. സദ്യ ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. അപ്പൊ ഈ റെസിപ്പി ട്രൈ നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാ പിന്നെ ഗൈസ്, ഓക്കെ ബൈ.